ഏറ്റവും ശക്തമായ ഏറ്റവും ഷാർപ്പായ വാദം എന്തുകൊണ്ട് ഇത് അപൂർവമാണ്, റയറസ്റ്റ് ഓഫ് റയർ ആണ്, എന്തുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന് സ്ഥാപിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ. അതിനെ ചെറുക്കാൻ പ്രതിഭാഗം പരമാവധി ശ്രമിച്ചു. അത് ഈ പറഞ്ഞ വിക്ടിം ബ്ലെയിമിംഗ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അനുവദനീയമാണെങ്കിൽ കൂടിയും ധാർമ്മികമായും നൈതികമായും അനുവദനീയമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ഈ ഷാരോണിന് മേൽ കുറ്റം ചാർത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഗ്രീഷ്മയ്ക്കുള്ള വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ കണ്ടു കോടതിയിൽ. എന്തായാലും സജോ എന്തായാലും ശക്തമായ വാദങ്ങൾ ഇരുപക്ഷവും മുന്നോട്ടേക്ക് വെച്ചു. സാഹചര്യ തെളിവ് എന്ന സാങ്കേതിക വാദത്തിൽ പിന്നെയും പിടിച്ച് ഊന്നുന്നത് കണ്ടു പ്രതിഭാഗം. മറ്റന്നാൾ അറിയാം ആ വാദങ്ങളുടെ ഫലയുക്തി. സജോ കേൾക്കാമോ? തുടർന്ന് പഠിക്കണം എന്ന ആവശ്യമാണ് ആദ്യമായി തന്നെ ഗ്രീഷ്മ പറഞ്ഞത്. ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റിന്റെ രേഖകൾ കോടതിക്ക് സമർപ്പിച്ചു. പഠിക്കണം എന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം ആദ്യഘട്ടത്തിൽ പ്രതിഭാഗം പറഞ്ഞത് അക്കാര്യത്തിൽ മറ്റൊന്നും പറയാനില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് പ്രോസിക്യൂഷൻ അവരുടെ ഏറ്റവും ഷാർപ്പായ വാദങ്ങളുടെ ഒരു നിരത്തിയത്. അത് 11 നാൾ ഷാരോൺ അനുഭവിച്ച കൊടിയ വേദന അടക്കം കോടതിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗ്രീഷ്മ കൊന്നുകളഞ്ഞത് ഷാരോണിനെ മാത്രമല്ല, ഷാരോണിന്റെ കൂടെ നിന്നവരുടെ സ്വപ്നങ്ങളെ കൂടിയാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് ഡെവലിഷ് നേച്ചറാണ് എന്ന് പലയാവർത്തി പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മയുടെ ആ ഗൂഢാലോചനയും ആ ദുഷ്ടചിന്തയൊക്കെ പരമാവധി റിവീൽ ചെയ്യുന്ന വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നടത്തിയത്. അതിനുശേഷമാണ് പ്രതിഭാഗം ഇത്തരത്തിൽ മറ്റു വഴികളില്ലാതെ എന്ന് പറഞ്ഞാൽ ഷാരോൺ പിന്നാലെ നടന്നു, ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാൻ ഗ്രീഷ്മ ശ്രമിച്ചു, അപ്പോൾ കയ്യിലുള്ള ചിത്രങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിഭാഗം ഏതെങ്കിലും തരത്തിൽ വധശിക്ഷ ഒഴിവാക്കാൻ അത് പറഞ്ഞത്. സജോ ചേരുന്നു. സജോ, അതിശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ശിക്ഷാവിധിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. അതിനെ ചെറുക്കാൻ കഴിയുന്നതുപോലെയൊക്കെ ചെറുക്കാൻ പ്രതിഭാഗം ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് മറ്റന്നാൾ അറിയാം. സജോ. ഹാഷ്മി, ശിക്ഷാവിധി എന്തെന്ന് മറ്റന്നാൾ അറിയാം. അതിൽ തന്നെ ഇന്ന് കോടതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു വാദമാണ്. അതായത് ഗത്യന്തരമില്ലാതെ ആയിരിക്കാം ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിലേക്ക് പ്രതി എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്ന മട്ടിൽ പോലും വാദമുഖങ്ങൾ ഉന്നയിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നത് കണ്ടു. പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് അതൊരു ടോക്സിക് ബന്ധമായിരുന്നു. അങ്ങനെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ പകർത്തി സൂക്ഷിച്ചു, കിടപ്പമുറി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു, അവയൊക്കെ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നതടക്കം അങ്ങനെ ഒരു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും ഗത്യന്തരമില്ലാതെ കുറ്റകൃത്യത്തിലേക്ക് പോയതാണ്, കൊലപാതകത്തിലേക്ക് പോയതാണ് എന്നർത്ഥം. അങ്ങനെ പോലും ബാധിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ കാരണം എന്നത് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ കാര്യകാരണ സഹിതം ഇന്ന് കോടതിയിൽ വാദിക്കുന്നത് കണ്ടു. 11 നാൾ കൊടിയ വേദന അനുഭവിച്ച ആശുപത്രിയിൽ കഴിഞ്ഞു ആ ചെറുപ്പക്കാരൻ. 2 തവണയാണ് അറ്റംപ്റ്റ് നടത്തിയത്. രണ്ടാമത്തേതാണ് ഫലം കണ്ടത്. അത് ആസൂത്രിതമായിരുന്നു. അതിനുവേണ്ടി പഠനം നടത്തി, വിദ്യാഭ്യാസം വഴി ആർജിച്ച വിവരമൊക്കെ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തു. അങ്ങനെ കൊടിയ പൈശാചിക ചിന്തയും കുറ്റവാസനയും പ്രതിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. സമൂഹത്തിനാകെ അതൊരു സന്ദേശമാകേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുറ്റബോധമോ പശ്ചാത്താപമോ പ്രതി പ്രകടിപ്പിച്ചിട്ടില്ല എന്നതുകൂടി കാണണം. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഈ കാര്യത്തിൽ നൽകണം എന്ന വാദമുഖം മുന്നോട്ട് വെച്ചപ്പോഴാണ് കൗതുകം തോന്നുന്ന വൈരുദ്ധ്യം നിറഞ്ഞൊരു വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത്തരമൊരു വാദം, അതായത് ഗത്യന്തരമില്ലാതെ ഒരു കുറ്റകൃത്യത്തിലേക്ക് പോയതാണ് പ്രതി എന്ന് വാദിച്ചതിന്റെ കാരണം പരമാവധി ശിക്ഷ ഇളവ് ലഭിക്കണം, അതല്ലെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം പരമാവധി കുറയ്ക്കണം എന്നതാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതിന് അനുഗുണമായ വാദങ്ങളാണ് അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. പ്രതി മുൻപ് കുറ്റം ചെയ്തിട്ടില്ല എന്നതും വിദ്യാഭ്യാസവും പ്രായവും സ്ത്രീ എന്ന പരിഗണനയും അടക്കം നൽകണം. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ പരമാവധി ജീവപര്യന്തം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതങ്ങനെ ഒരു അത്യപൂർവ കേസാവുകയില്ല. അതുകൊണ്ട് വധശിക്ഷ നൽകാൻ കഴിയുകയില്ല. സാഹചര്യ തെളിവുകൾ മാത്രമുള്ളൊരു കേസാണ് എന്നും മാത്രവുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗത്യന്തരമില്ലാതെ ചെയ്തൊരു കുറ്റകൃത്യമാവാം ഇങ്ങനെ സ്വകാര്യ ദൃശ്യങ്ങളും മറ്റും പകർത്തി ഗ്രീഷ്മയുടെ ദൃശ്യങ്ങളും ജസ്റ്റിഫയബിൾ മർഡർ എന്ന രീതിയിൽ അത് മറ്റു വഴികളില്ലാതെ ചെയ്തൊരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാണ് പ്രതിഭാഗം കോടതിയിൽ ശ്രമിച്ചത്. അതിനാണ് ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമോ എന്തൊക്കെയോ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും അറിയില്ല. ഉള്ള കാര്യങ്ങളൊക്കെ ആ കോടതിയിൽ അങ്ങനെ പറഞ്ഞത്. എന്തായാലും മറ്റന്നാളാണ് ആ ശിക്ഷാവിധി.